ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് തയ്യാറാക്കുന്നത്. എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ കണ്ടു നോക്കൂ. നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളിലൂടെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു 1/2 കപ്പ് പരിപ്പ് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒരു 3-4 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയിട്ട് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ അളന്നെടുത്ത പാത്രത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഉപ്പ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഉപ്പ് നമ്മൾ പിന്നീട് ചേർക്കുന്നുള്ളൂ. ഇപ്പം മഞ്ഞൾ മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിത് വേവിക്കാനായിട്ട് കുക്കർ വേവിച്ചെടുക്കുകയാണ്. 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുക്കറിലേക്ക് ഇതിപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രഷറൊക്കെ നന്നായി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്നാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൽ സാമ്പാറിന് ആവശ്യമായിട്ട് ടൊമാറ്റോ, പൊട്ടറ്റോ, ഉള്ളി, അത് നമ്മുടെ മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, പച്ചമുളക്, അമരയ്ക്ക, വഴുതനങ്ങ, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ചൊരക്കയും എടുത്തിട്ടുണ്ട്. ചൊരക്ക ഒരു കുറച്ച് ഭാഗം മാത്രം മതി. പിന്നെ മത്തങ്ങ ചേർക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാ വെജിറ്റബിൾസും ചേർക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വെജിറ്റബിൾസിൻ്റെയും കുറേശ്ശെ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. മല്ലിയില, കറിവേപ്പില, പുളി, പിന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 വഴുതനങ്ങയും 2 ടൊമാറ്റോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും നമ്മൾ അരിഞ്ഞിട്ട് ഇത് പ്രത്യേകമാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാൻ അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഇട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കലങ്ങി പോകുന്നത് കൊണ്ട് നമുക്ക് ഇത് പ്രത്യേകമായി ഒന്ന് വേവിച്ചെടുക്കാം. ബാക്കിയെല്ലാം പച്ചക്കറികൾ ഒന്നിച്ച് നമുക്ക് അരിഞ്ഞ് നമുക്കത് വേവിച്ചെടുത്താൽ മതി. ഇപ്പം പൊട്ടറ്റയൊക്കെ ഇതേ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒരേ വലിപ്പത്തിലും ഒരേ ഷേപ്പിലും അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഒരേ രീതിയിൽ തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഇതേ രീതിയിലാണ് ഞാനിപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി മുരിങ്ങയ്ക്ക സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. 2 പീസാക്കി മാറ്റിയിട്ടില്ല. ഇപ്പം നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമ്പാർ ഉണ്ടാക്കാൻ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം സാമ്പാർ ഉണ്ടാക്കാം. പക്ഷെ ബിഗിനേഴ്സിന് ചിലർക്ക് അറിയാത്ത കുട്ടികളുണ്ട്, ഇപ്പോൾ പഠിച്ചു വരുന്നവർക്ക്. അപ്പോൾ ഇത് സദ്യ സ്പെഷ്യലൊക്കെ ആകുമ്പോൾ സാമ്പാർ എല്ലാവരും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ പ്രഷറൊക്കെ പോയി കുക്കർ നമ്മളിപ്പം തുറന്നിട്ടുണ്ട്. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറക്കാവൂ. അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണം. വെയിറ്റ് മാറ്റിയതിന് ശേഷം അതിൻ്റെ അടപ്പ് തുറക്കാം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് നമ്മുടെ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ഒഴിച്ച് ബാക്കിയെല്ലാം പച്ചക്കറികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പരിപ്പ് അടിയിലായതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇനി ടേസ്റ്റിന് വേണ്ടി കുറച്ച് നമ്മുടെ കറി ലീവ്സും കൊരണ്ടിൽ ലീവ്സും ഇട്ട് കൊടുത്തിട്ട് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള, നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല, ഇപ്പോൾ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് അടുത്ത സ്റ്റൗവിൽ നമുക്ക് മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഇപ്പം തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുക്കറിലും വിസിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിൽ മാത്രം കേട്ടാൽ മതി. ഒരുപാട് വെന്ത് കലങ്ങി പോവില്ലെങ്കിൽ
അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കേണ്ടത്. ഉലുവ 1 ടീസ്പൂൺ ഞാനിന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അളവിൽ തയ്യാറാക്കാനുള്ള മസാലകളും പച്ചക്കറികളാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. നമ്മളിപ്പോൾ 1/2 കപ്പ് തോരപ്പരിപ്പിന് വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കൂടുതൽ തയ്യാറാക്കുമ്പോൾ അളവിൽ കൂട്ടി എടുക്കണം ബാക്കിയുള്ള മസാലകളൊക്കെ. ഇനി നമ്മുടെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ റോസ്റ്റഡ് ജീര പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കായപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് കായപ്പൊടിയും വേണം. ഇത്രയും മസാലകളാണ് നമ്മൾ സാമ്പാറിൽ ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് പോയി. ഞാനിപ്പോൾ കുക്കർ തുറന്ന് വെജിറ്റബിൾസ് ഒക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം കുക്കറിൽ ഈ ആവിയൊക്കെ പോയി ഇത് തണുത്തിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ നല്ല തിളച്ച് വരണം. ഇപ്പോൾ ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരു കപ്പോ 1/2 കപ്പോ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ലൂസായിട്ട് ആവശ്യമുള്ളത് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുത്, ഒട്ടും അപ്പോഴങ്ങ് ഒരുപാടങ്ങ് ലൂസായി പോകും. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയ്ക്കൊരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് അതൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മുളക് പൊടിയും ഒക്കെ ഒന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സാമ്പാർ നമ്മൾ നേരത്തെ തണുത്തതാണെങ്കിൽ അത് തിളച്ചതിന് ശേഷം മാത്രമേ മസാലകൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണെങ്കിൽ ഈ സാമ്പാറിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടും വീണ്ടും ഇത് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ലാസ്റ്റ് ഈ ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തിളയ്ക്കാതെ തണുത്തിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് പുളി ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. പുളിവെള്ളം നമ്മൾ നേരത്തെ പുളി എടുത്ത് വെച്ചിരുന്ന വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിരുന്നു. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കുറച്ചും കൂടെ പുളിയൊക്കെ വേണം എന്നുള്ളവർക്ക് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റാണ്. നമ്മൾ ടൊമാറ്റോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പുളിയെല്ലാം കൂടെ കറക്റ്റ് അളവിലാണ് വരുന്നത്. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ശർക്കരയും കൂടെ ചേർത്ത് വരുമ്പോൾ. ഇനി ലാസ്റ്റ് നല്ലൊരു മണവും ഒരു സുഗന്ധവും ഒക്കെ സാമ്പാറിൻ്റെ ഒരു നമ്മൾ കഴിച്ചാലും കയ്യിൽ നിന്നൊന്നും കഴുകി കഴിഞ്ഞാലും മണമൊന്നും പോവുകയില്ല. അതിന് വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്ത ജീരകം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ഇത് 1 ടീസ്പൂൺ മറക്കാതെ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് മല്ലിയിലയും കറി ലീവ്സും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കടുക് വറുത്ത് ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാമ്പാർ, സദ്യ സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത സാമ്പാർ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കടുക് വറുക്കാനായിട്ട് എണ്ണയും കടുകും ഉണക്കമുളകും കാശ്മീരി മുളക് പൊടിയും കറി ലീവ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി കോക്കനട്ട് ഓയിലിലാണ് കടുക് വറുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വറുത്ത് ഇടാം. കേരള സ്റ്റൈലായതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ അച്ചക്കല്ല കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.